ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്തൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ, ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ട്. പക്ഷെ വളരെ ചുരുക്കം ചില ആളുകളുടെ ചാനൽ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുന്നതും അതിൽ നിന്ന് റവന്യൂ ഒക്കെ അവർക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ചില ചാനലുകൾ, ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള നല്ലതായിട്ട് തന്നെ റീച്ചായി പോകുന്ന കുറച്ച് ചാനലുകൾ, ഇങ്ങനെയുള്ള ചാനലുകൾ അവര് ആ ഒരു റവന്യൂ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ നടത്തിപ്പോകുന്നത്. കാരണം നമ്മളൊരു ജോലി എടുത്തിട്ട് നേടുന്നതിനാലും കൂടുതൽ പണം ഈ ഒരു ചാനൽ വർക്ക് വഴിയിട്ട് അവർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ചാനൽ എന്ന് പറയുമ്പോൾ അതിന് കയറി ഇറങ്ങിയാണ് അത് പോകുന്നത്. നമ്മളൊരു സ്ഥിരമായിട്ടുള്ളൊരു സാലറി അല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് EMI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇവര് ഓരോ കാര്യങ്ങൾ മേടിക്കുമ്പോഴൊക്കെ ആ ഒരു EMI വഴിയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പൊ EMI നടക്കാൻ പറ്റാത്തൊരു അവസരത്തിൽ ഇവർക്ക് പല പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ചിലപ്പോൾ അത് കുടുംബ വഴക്കായിട്ട് ചിത്രീകരിച്ച് കാണിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടാകാം. അങ്ങനെയൊക്കെയാണ് അവർ റീച്ച് കൂട്ടുന്നത്. കാരണം അവർക്ക് EMI അടക്കണം, അങ്ങനെയുള്ള നിർബന്ധമായി ഉള്ള പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവര് സ്വയം നാണം കെട്ടാനും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പൈസ എങ്ങനെയായാലും അടവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർക്കണം എന്നുള്ള ചിന്താഗതിയിൽ പോകുന്ന ഒരുപാട് ചാനലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, റവന്യൂ കിട്ടി തുടങ്ങുമ്പോൾ, യൂട്യൂബ് ചാനലിൽ നിന്നുള്ള റവന്യൂ കിട്ടി തുടങ്ങുമ്പോൾ ഇവർ മടിയന്മാരായാണ് ചെയ്യുന്നത്. ഇവർ ജോലിക്ക് പോകുന്നില്ല. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് ചാനൽ നടത്തുന്ന ആളുകളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാനൽ റീച്ച് ആകും, അവര് ഒരുപാട് കഷ്ടതയിലൂടെയുള്ള കാര്യങ്ങളായിരിക്കുള്ള ഒരു ജീവിതത്തിലെ ആ കാര്യങ്ങളായിരിക്കുള്ള ഒരു ചാനലിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ട് വിഷമം തോന്നുന്ന ഒരുപാട് ആളുകൾ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ചാനൽ കണ്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ചാനലുകൾ റീച്ച് ആകാറുണ്ട്. അങ്ങനെ അവർക്ക് നല്ല റവന്യൂ കിട്ടാറുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഇതൊന്നുമല്ലാത്തൊരു കാര്യവും നമ്മളുടെ ഈ ചാനൽ വഴി നടക്കുന്നുണ്ട്. ഓൺലൈൻ ബഗ്ഗിംഗ് എന്നതിനെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അത് ശരിക്കും ഓൺലൈൻ വരെ, അതായത് അവരുടെ ചാനൽ വഴി അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. കൂടാതെ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അസുഖമാണ്, ഞങ്ങൾക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണമായിട്ടും അവര് ഫോൺ നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുത്തിട്ട്, അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അവര് പണം സമാഹരിക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്കും അറിയാം. പല ചാനലുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഈ പണം കൊടുക്കുന്നവര് അവരെ മടിയന്മാരാക്കിയാണ് ചെയ്തത്. കാരണം അവർക്ക് അസുഖങ്ങളില്ല, ഒരു പ്രശ്നങ്ങളില്ല. പക്ഷെ അവര് ഓൺലൈൻ വഴി അവര് ഭിക്ഷയാചിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്കൊരു അഭിമാന ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഭിക്ഷയായിരിക്കില്ല, അല്ലെ? എന്ത് തകർന്ന് ഏതൊരവസ്ഥയിൽ ആയിപ്പോയാലും നമ്മൾക്ക് അഭിമാന ബോധം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ളത് വെച്ചിട്ട് പോവുക. അതല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായാലും നമ്മൾ ജോലി ചെയ്ത് ആ കാര്യങ്ങളെ വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക. അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. ഇതാണ് സാധാരണ അഭിമാനമുള്ള ആളുകൾ ചെയ്യുന്നത്. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ സമൂഹം, അതായത് ഈ വീഡിയോ കാണുന്ന ആളുകൾ തന്നെയാണ് അവരെ മടിയന്മാരാക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായവും നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കമന്റ്സിൽ പറയണം. കാരണം ഇത് നിങ്ങളും കാണുന്നതാണ്, നിങ്ങൾക്കും അറിയാവുന്നതാണ്. കാരണം നമ്മൾ ഒരാളെ സഹായിക്കുക, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊരു ബിസിനസ് ആക്കി എടുത്ത് നമ്മളെ മണ്ടന്മാരാക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകുന്നതോട് നിങ്ങൾ കമന്റ്സിൽ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഇൻഡസ് വാലിയുടെ 2 പ്രൊഡക്റ്റ് കൂടിയിട്ട് 20 സെന്റിമീറ്റേഴ്സ് വലുപ്പത്തിലുള്ള ഈ ഒരു ചെറിയൊരു ഫ്രൈ പാനാണ് ആദ്യത്തേത്. പിന്നെ രണ്ടാമത്തേത് 26 സെന്റിമീറ്റേഴ്സ് വലുപ്പത്തിലുള്ള ഈ ഒരു ലിഡോട് കൂടിയിട്ടുള്ള. അപ്പൊ ആദ്യത്തേത് ഞാൻ പറഞ്ഞത് ഈ ഒരു ചെറിയ ഫ്രൈ പാൻ. അപ്പൊ ഇതിന് നല്ല കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ഹാൻഡിലുണ്ട്. ഹാങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ആ ഒരു ഹോൾ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സാൻഡ്വിച്ച് ബോട്ടം അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ബോട്ടം അങ്ങനെയുള്ള ഒരു ബോട്ടം അതിന് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമ്മൾ ഫുഡ് ഗ്രേഡ് സ്റ്റീലും പുറത്ത് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലും നടുക്കൊരു അലൂമിനിയം കോറും. അതായത് നമ്മുടെ ചൂട് മാക്സിമം നിലനിർത്തി നമ്മുടെ ഫ്യൂൽ കൺസംഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലൂമിനിയം കോറ് ഇതിന് നടുക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫ്രൈ പാനാണിത്.
നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഹാൻഡിലാണ്. കാരണം ഇത് സാധാരണ നമ്മളുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ കാണുന്നതാണ് കൈയും ഹാൻഡിലുകളൊക്കെ വിട്ടുപോയിട്ടുള്ള പാത്രങ്ങൾ അല്ലേ. അപ്പൊ നമ്മളുടെ കയ്യിൽ എപ്പോഴും പാത്രം മേടിക്കാനുള്ള പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹാൻഡിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിയാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് സ്ക്രാച്ചുകളൊക്കെ വീണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മളുടെ കിച്ചണിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ എന്തെല്ലാമാണ് അസുഖങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്നതാണ് സത്യം. അപ്പൊ നമ്മൾ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഫോൺ മേടിക്കാനൊക്കെ എത്രായിരം രൂപയാണല്ലേ നമ്മൾ മുടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പൈസ മുടക്കാറുണ്ട് അല്ലെ. EMI വഴിയൊക്കെ നമ്മൾ വലിയ വലിയ വില കൂടിയ ഫോണുകളൊക്കെ എടുത്ത് കൈ പിടിക്കും അല്ലെ. പക്ഷേ നമ്മളുടെ കിച്ചണില് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ഞാൻ ഒരുപാട് ആളുകളുടെ ഈ ചാനൽ വഴിയാണെങ്കിലും കാണുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഒരുപാട് സ്ക്രാച്ചുള്ള പാത്രങ്ങളിലാണ്. സ്ക്രാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടിങ് നഷ്ടപ്പെട്ട പാത്രങ്ങൾ. ഈ പാത്രങ്ങളിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന ആ ഒരു ഹെൽത്തിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് വേറെ ഏതോ മാർഗത്തിൽ വന്നാണെന്ന് നമ്മൾ വിചാരിക്കും. ആ ഒരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വരുമ്പോഴത്തേക്കും അത് എങ്ങനെയോ അവിടെ നിന്ന് പകർന്ന് കിട്ടിയതാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല നമ്മളുടെ പാത്രത്തിന്റെ ഉപയോഗത്തിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിച്ചത്. ഈ ഒരു ലിഡോട് കൂടിയിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള വലിയൊരു കടായിയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാപ്സ്യൂൾ ബോട്ടം ഉള്ളതാണ്. നല്ല കൈകൊള്ളാത്ത രീതിയിലുള്ള ഹാൻഡിലുകളുണ്ട്. നല്ല ഡീപ്പായിട്ടുള്ള കടായിയാണ്. അപ്പോൾ ഈ സ്ക്രാച്ച് ആയതും കൈപ്പിടി വിട്ടതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്നതേ ഭംഗിക്കുറവാണ്. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിനേലും ഡേഞ്ചറസ് ആണ്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുക നമ്മളുടെ പാത്രങ്ങൾ നല്ലതാണ്, നമ്മളുടെ പാത്രങ്ങൾ ഇത്രയും മോശമായ പാത്രങ്ങളിലല്ലേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതല്ലേ ഏറ്റവും അത്യാവശ്യം മാറ്റേണ്ടത്. നമ്മൾ ഏതൊരു കാര്യത്തിനു വേണ്ടി പണം മുടക്കുന്നതിന് മുമ്പ് നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യമല്ലേ ഏറ്റവും വലുത്. ഹെൽത്ത് അല്ലേ ഏറ്റവും വലിയ വെൽത്ത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അത് വീട്ടമ്മക്ക് മാത്രമേ അത് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ EMI ഒക്കെ എടുത്ത് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു പാത്രം ഒരിക്കലും EMI എടുത്തൊന്നും മേടിക്കൂലല്ലേ. കാരണം വില കൂടുതലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ഉപേക്ഷിക്കും. പക്ഷെ മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വില കൂടിയാൽ EMI എടുത്ത് നമ്മൾ മേടിക്കും അല്ലേ. അപ്പോൾ ഇനിയെങ്കിലും പാത്രങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒരുപാട് പാത്രങ്ങളൊന്നും വേണ്ട, വളരെ കുറച്ച്. ഇപ്പൊ ഒരു വലിയ കടായി ഇതുപോലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറുകറി ഉണ്ടാക്കാനും ഉപ്പുമാവ് ഉണ്ടാക്കാനും അങ്ങനെയുള്ള ഡ്രൈ ആയിട്ടും ജ്യൂസ് ആയിട്ടും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനായിട്ട് ഗ്രേവി ആയിട്ടുള്ള ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് കെമിക്കൽ കോട്ടിംഗ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള കുഞ്ഞു പിള്ളേർക്ക് പോലും ഇതിനകത്ത് ഫുഡ് സേഫ് ആയിട്ട് 100% ഫുഡ് സേഫ് ആണ്. പിന്നെ ഇത് നമ്മളുടെ സ്റ്റൗ ടോപ്പിലും ഇൻഡക്ഷനിലും എല്ലാം ഇത് യൂസ് ചെയ്യാം. അപ്പൊ മൺസൂൺ സീസൺ സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഒത്തിരി നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ EMI എടുത്ത് മേടിക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സംഭവത്തിന് നമ്മൾ EMI എടുക്കാനും പോലെ തിരിഞ്ഞ് വില കൂടുതലാണെന്നിട്ട് നമ്മൾ വിട്ട് കളയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് എത്ര പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഗ്ലാഡീസ് എന്നുള്ള കാണിക്കുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൺസൂൺ ഓഫറുകളുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിന്റെ ലിങ്കുകൾ കൊടുത്തേക്കാം. ആവശ്യക്കാർക്ക് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് റുട്ടീൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ തന്നെ ഞാൻ 5:30 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. ആ സമയത്തുള്ള കിളികളുടെ ശബ്ദങ്ങളൊക്കെ നന്നായിട്ട് കുറച്ച് നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ആസ്വദിച്ച്. കാരണം കുറേ അധികം ദിവസങ്ങളായിട്ട് മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ കിളികളൊന്നും മിണ്ടാതെയാണ് ഇരിക്കുന്നത്. മഴയുടെ ശബ്ദം എപ്പോഴും കേൾക്കുകയാണ്. ഇന്നിപ്പോൾ ഡ്രൈ ആയിട്ട് കിടക്കുന്നുണ്ട് മുറ്റം, അതായത് രാത്രി മഴ പെയ്തിട്ടില്ലെന്നർത്ഥം. അപ്പോൾ ഏതായാലും ആ ഒരു കിളിയുടെ ശബ്ദമൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പോൾ തലേദിവസം രാത്രി ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് വാട്സാപ്പിൽ റോജർ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. എന്നെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് താഴെ വന്ന് റൂമിൽ വിളിച്ചില്ല. ഒരു മരിപ്പുണ്ട് മമ്മി, രാവിലെ പോകണം, കാരണം കൂട്ടുകാരൻ്റെ ഫാദർ പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്കായിട്ട് മരിച്ചതാണ്. പെട്ടെന്ന് തന്നെ രാവിലെ പോകണം. ശരിക്കും പറഞ്ഞാൽ രാത്രി പോകേണ്ടതായിരുന്നു, എങ്കിലും റോജറിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് പോയില്ല. കാരണം റോജറിന് ചെറിയ പനിയൊക്കെയുള്ള കുറച്ച് ദിവസമായിട്ട് പനിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ രാവിലെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ
ഞാൻ കുറച്ച് പാല് കാച്ചി. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കൂല, വന്നിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ബൂസ്റ്റ് ഇട്ടിട്ട് പാല് കുടിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഏതായാലും ഒരു സ്മൂത്തി അടിച്ച് തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് സ്മൂത്തി ആക്കിയിട്ട് കൊടുത്തതാണ്. ഒരു ഗ്ലാസ് ബാക്കി വന്നത് ഞാനും എടുത്ത് കഴിച്ചിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവൻ ഇതൊക്കെ കഴിച്ചിട്ട് പോയി. പിന്നെ കുറേ അധികം നേരം കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സവാള ബജി കൊണ്ടുവന്ന് തന്ന്. സവാള ബജ, അയ്യോ ടേസ്റ്റി കാലത്ത് തന്നെ ഗോപി മണത്തോണ്ടിരിക്കുക. റോജർ മരിപ്പിന് പോയിട്ട് വന്നാൽ രാവിലെ തന്നെ. മരിപ്പൊക്കെ എടുത്താ ഫ്യൂണറൽ? ആ ആ കൊച്ചിൻ്റെ കൂളി കഴിഞ്ഞ് ഇനി കൊച്ചു മുടി വാരും, പിന്നെ കൊച്ചു പൗഡർ ഇടും. അല്ല പൊന്നാ, കൊച്ചു പൗഡർ ഇടും ഇവിടെ. കൊച്ചി നല്ല മണമായിരിക്കും കൊച്ചിന്. അപ്പം വെയിലുള്ള ദിവസത്തോട് മമ്മി കൊച്ചിനെ കുളിപ്പിച്ചത്. എന്താ ആദ്യം ബ്രഷ് ചെയ്യണം കൊച്ചേ, അതിൻ്റെ പൗഡർ ഇട്ടിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി വ്യത്യാസം. അല്ലെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാം കൂടി പോകും പൗഡർ. കൊച്ചിനില്ലേ ഈ ഫോൺ വെച്ചിട്ട് വാരണതൊന്നും ഇഷ്ടമല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചു കറക്റ്റായി നിന്ന് തരുമോടാ. മമ്മി ഒറ്റയ്ക്ക് വാരുമ്പോൾ കൊച്ചു നിന്ന് തരും അല്ലേ വന്നാ? ഇച്ചിരി ഇഷ്ടമാണ് ബ്രഷ് ചെയ്യണതൊക്കെ. ഒരുപാട് വരും കേട്ടോ രോമം, ഒത്തിരി വരും. വാരുന്ന നീ വാരടാ, ആ മുടിയൊക്കെ അങ്ങോട്ട് പോട്ടെ, അതിനോട് അത് അകത്തായിരിക്കുള്ളൂ വീഴുന്നത്. ഓ അതെന്തന്നപ്പാ കൊച്ചിന്റെ വാല് വാരണം. വാല് വാര് കൊച്ചിന്റെ. അയ്യോ എന്താ ഈ ഷോക്ക് അടിച്ചവരെയൊക്കെ കാണിക്കണത്? ചൊറിച്ചിന് വന്നടാ, മാന്തി കൊടുക്കടാ കൊച്ചിന്. നാണോ കണേ മമ്മി എന്തിനാണ് ഇങ്ങനെയുള്ള പണി ചെയ്യണേന്നാ കൊച്ചി ചോദിക്കണത്. കൊച്ചിനെ കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ പിന്നെ കൊച്ചിനെ ഇടക്കൊന്നും ഇപ്പം കുളിപ്പിച്ചത് ഞാൻ മമ്മി എടുത്തില്ല. കൊച്ചിനെ മാന്യമായിട്ട് കുളിപ്പിച്ചു മമ്മി. ഒളി ക്യാമറ ഇല്ലാതെ കൊച്ചിനെ കുളിപ്പിച്ച്. ഓ പൊന്നുമ്മേ പൊന്നുമ്മേ, കൊച്ചിന് ചൊറിച്ചില് വന്നതാണ്. ചൊറിച്ചിലുള്ള സ്ഥലത്ത് നീ വാരുമ്പോഴാണ് കൊച്ച് കാലൊക്കെ ഇങ്ങനെ ഒന്ന് പൊക്കിയൊക്കെ കാണിക്കണം. ഇരിക്കു കൊച്ചേ എവിടാ തട്ടുമോ? പൗഡർ ഇട്ടിട്ട് ഒന്ന് പതിയെ ഒന്ന് ബ്രഷ് ചെയ്യണം കേട്ടാ. അതെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡായിട്ട് വരില്ല. അല്ലെങ്കിൽ ആ ബ്രഷിൻ്റെ അകത്ത് ഇട്ടിട്ട് ബ്രഷ് ചെയ്താലും മതി. അതെ അതെ, ജലദോഷം ഉപയോഗിക്കില്ല. അപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ റൂബിനെ ഞാനൊന്ന് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഡ്രയർ വെച്ചിട്ടൊക്കെ ഉണക്കി. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവൾ അവിടെ കറങ്ങി നടന്നപ്പോഴാണ് നമ്മുടെ റോജർ വന്നത് കേട്ടോ. അപ്പോൾ റോജറിനെ കൊണ്ടൊന്ന് മുടിയൊക്കെ ഒന്ന് വാരിച്ച് പൗഡറൊക്കെ ഇടിച്ചാണ്. അപ്പോൾ ദേ ഇവളുടെ നഖം കയറിയിരിക്കണുണ്ട. നഖം വല്ലാതെ വളർന്നിട്ട് ഇവൾ വെട്ടാൻ സമ്മതിക്കണില്ല. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവളെ ഒന്ന് സ്പാ ചെയ്യിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുറേ അധികം നാളായിട്ട് നിൽക്കണേ, പക്ഷേ പോകാനും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവളുടെ നഖം വെട്ടാനും പറ്റണില്ല, സ്പാക്കും കൊണ്ടുപോകാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അവൾ ഒട്ടും തൊടിക്കൂല കേട്ടോ, ഭയങ്കര ദേഷ്യമാണ് അവൾക്ക്. എങ്കിലും ഇന്നിപ്പോൾ ഞാൻ റോജറും കൂടി പിടിച്ചിട്ട് അത്യാവശ്യം ഈ തമ്പിൻ്റെ അതാണ് കൂടുതൽ ഷാർപ്പായിട്ട് എന്ന് വെച്ചാൽ 2 തമ്പിൻ്റെ വെട്ടിക്കളഞ്ഞിട്ട് മറ്റുള്ളതൊന്നും അവൾ തൊടിയിച്ചില്ല. ഭയങ്കര ബഹളമാണ്. അപ്പോൾ 4 ഹോളിട്ടിട്ടുള്ള ഒരു തുണിയുടെ അകത്തേക്ക് കയ്യും കാലും ഒക്കെ ഇറക്കി വെച്ചിട്ട് തൂക്കിയിട്ടിട്ട് വെട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല സത്യത്തിൽ. അതാണ് അവസ്ഥ. അപ്പോൾ റയനും കൂടി വരട്ടെ, എന്നിട്ട് സ്പാ ചെയ്യിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കണേണ്. റയനും വരാനായിട്ടുള്ള ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഒരു പുലാവും
ഗോബി മഞ്ചൂരിയനുമാണ്. അപ്പോൾ നമ്മളുടെ പുതിയ കടായിക്കകത്തേക്ക് കുറച്ച് എണ്ണയല്ല നെയ്യാണ് എടുക്കുന്നത്. എണ്ണയിലും കുഴപ്പമില്ല കേട്ടോ, ഫ്ലേവറൊന്നും ഇല്ലാത്ത എണ്ണ. നമ്മൾ വെളിച്ചെണ്ണ എടുക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നെയ്യ് എടുത്തേക്കണത്. അതിനകത്തേക്ക് മുഴുവൻ മസാലകൾ ഇട്ടൊന്ന് പൊട്ടിക്കണുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസും പുലാവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് തന്നെ റൈസ് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് പുലാവാണ്, ഫ്രൈ ചെയ്യുന്നതും വേണ്ട, ചുമ്മാ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ മസാല പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് സവാള ഇട്ട്, അപ്പോൾ നമ്മളുടെ ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചതുകൊണ്ട് ഇത്തിരി പുക വന്നതാണ് കേട്ടോ, അത് ഞാൻ കുറച്ചിട്ടുണ്ട്. സവാള ഇട്ട് ഒന്ന് ചെറിയ രീതിയിൽ നിറം മാറുമ്പോഴത്തേക്കും ഒരു പച്ചമുളക്. ഇപ്പം ഞാൻ 2.5 കപ്പ് റൈസാണ് എടുത്തേക്കണത് കേട്ടോ. അതായത് 3 കപ്പ് റൈസ് ആണെങ്കിൽ 3/4 കിലോയാകും. ഇത് 3/4 കിലോയിൽ താഴെ റൈസാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ 2 കപ്പ് എടുത്തിട്ട് നിർത്തി, അതിന് ശേഷം പിന്നെ ഒരു 1/4 കപ്പ് കൂടിയിട്ട് 1/2 കപ്പ് കൂടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2.5 കപ്പ് ഇട്ടിട്ടുണ്ട്, 2.5 കപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സവാള പച്ചമുളകൊക്കെ ഒന്നായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക. കാരണം കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം എൻ്റെ കയ്യിൽ ബീൻസും ക്യാരറ്റുമാണ് ഉള്ളത്. ഉരുളക്കിഴങ്ങ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇട്ടില്ല. ഇത്തിരി കാഷ്യൂനട്ടും റൈസിൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട്. ഉരുളക്കിഴങ്ങ് എൻ്റെ കയ്യിലില്ല, പിന്നെ ഇവിടെ ഇഷ്ടമില്ല, അതുകൊണ്ട് ഇട്ടില്ല. ഉരുളക്കിഴങ്ങൊക്കെ ഇടാറുണ്ട്. ഇത് നമ്മുടെ കോളിഫ്ലവറും വേണമെങ്കിൽ ഇടാം. അത് ഒരു പകുതി വെന്താൽ മതി കേട്ടോ, പകുതിയിൽ താഴെ ആയാൽ മതി. അപ്പോഴേക്കും നമ്മൾ അളന്ന് വെച്ചേക്കണം വെള്ളം ഇടുക. വെള്ളം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളുടെ ബിരിയാണിക്ക് വറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ ഒരു കണക്കിനിട്ടിട്ട് 1 കപ്പ് അരിക്ക് 3/4 ടീസ്പൂൺ വരെ ഉപ്പിടാം. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പിടാം. അങ്ങനെ ഇട്ടിട്ട് അവിടെ തിളക്കാൻ വെച്ച്, അപ്പോൾ ആ നേരത്തിന് ഞാൻ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ചട്ടി ചൂടാക്കി എണ്ണ അതിനകത്തേക്ക് ഒഴിക്കണേ. അപ്പോൾ കോളിഫ്ലവർ ഞാൻ തലേന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്തിരി വെള്ളമുണ്ട്. അപ്പോൾ അതിൽ ഇത്തിരി കൂടി പൊടി ചേർത്തിട്ട് ഞാനൊന്ന് തിക്കാക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഈ കോളിഫ്ലവറിൽ നമ്മൾ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ മുളക് പൊടി, ഉപ്പ്, സോയാ സോസ്, ചില്ലി സോസ്, മുട്ട, മൈദപ്പൊടി, അരിപ്പൊടി, അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണേണ്. ആ സമയം കൊണ്ട് നമ്മളുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അരി കഴുകിയത് ഊറ്റിയിട്ടൊന്നുമില്ല, ഇതിനകത്ത് നിന്ന് തന്നെ ഇടണേണ്. കാരണം നമ്മൾ ജീരകശാല റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴഞ്ഞൊന്നും പോവില്ല. നീളുണ്ടാവില്ല നെള്ള് അരിക്ക്, പക്ഷെ കുഴഞ്ഞൊന്നും പോവില്ല. നല്ല ഫ്ലേവറുള്ള റൈസാണിത്. അപ്പോൾ അത് നന്നായിട്ട് ഇത്തിരി വെള്ളത്തോടു കൂടി ഇട്ട്, വെള്ളം കൂടിപ്പോയെന്ന് വെച്ച് കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ അത് അവിടെ മൂടി വെച്ച് ഇനി അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഏറ്റവും മാക്സിമം അങ്ങോട്ട് ഓഫാകുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടേക്കണം. കാരണം ഈ വെജിറ്റബിൾസ് മുഴുവൻ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും, അതങ്ങനെ സെറ്റായി പോകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 2-3 തവണ ഒന്ന് മറിച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഗോബി മഞ്ചൂരിയന് വേണ്ട സോസാണ് എടുക്കുന്നത്. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ്, പിന്നെ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന വെള്ളവും കൂടിയാണ് ഇതിനകത്ത് ഒഴിച്ചത് കേട്ടോ. ഇപ്പോൾ കറിയുടെ ആ ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ആണെങ്കിൽ കൂടുതലും നല്ലത്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മതി സോയാ സോസ്, ആ ഒരു കണക്കിന്. അതായത് കൂടുതൽ ടൊമാറ്റോ സോസാണ്, അത് കഴിഞ്ഞിട്ട് ചില്ലി സോസ്, അത് കഴിഞ്ഞിട്ട് ഇത് സോയാ സോസ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ എടുത്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചോപ്പ് ചെയ്തത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട്, ഇത് തീ കുറച്ച് വെച്ചിട്ട് വഴറ്റരുത്, തീ കൂട്ടി തന്നെ വെച്ചിട്ട് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് വേഗം ഒന്നൊന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇപ്പം ഞാൻ ഇടുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ തണ്ടാണ്, വെള്ള ഭാഗം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ആ സവാള ഉണ്ടാവില്ല അതിൻ്റെ അറ്റത്ത്, അത് അരിഞ്ഞിടുക. അല്ലെങ്കിൽ ചെറിയ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടിടുക. അപ്പോൾ ഞാൻ സവാള ഇടുന്നില്ല, സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ളത്തണ്ടും ഇത്തിരി പച്ചയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ദേ ഇത്തിരി ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കം വലിയ പീസല്ല, ഒരുവിധം പൊടി പോലെ അരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന്
വഴറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന വെള്ളം ചേർത്തിട്ടുള്ള സോസ് അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ, സെലറി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന് അതിൻ്റേതായ ഒരു രുചി കിട്ടുള്ളൂ. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് വരില്ല. കാരണം ഇത് ഒരു നാടൻ പാചകമല്ല, നമ്മൾ ഇതിനകത്ത് ഗരം മസാല ഐറ്റംസ് ഒന്നും ചേർക്കില്ല. ഇത് ഈ ഒരു ടേസ്റ്റാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇടുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ ആ പച്ച ഭാഗമാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള രീതിക്ക് ആദ്യം കുറച്ചിടുക, പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സെല്ലറിയുടെ തണ്ടരിഞ്ഞതും പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടരിഞ്ഞതും എല്ലാം ഇങ്ങനെ വെതറിയിടാം. അത് പച്ചക്ക് കഴിക്കുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ഇത്തിരി മൈദ ഒന്ന് കലക്കിയിട്ട് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കോളിഫ്ലവർ വെച്ച് ആ ബാക്കി വന്ന അത് തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് കലക്കിയിട്ട് ഒഴിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടെങ്കിലാണ് ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം ഒരു ചെറിയൊരു കുറുകി നിൽക്കുന്ന ഒരു പരുവത്തിലേക്ക് കിട്ടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഗ്രേവി ഒരുപാടുള്ള പോലെ തോന്നും. പക്ഷേ ഇത് ഫ്രൈ ആക്കിയ കോളിഫ്ലവർ അല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ വെള്ളം വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇത്തിരി പഞ്ചസാരയും കൂടി ഇതിൻ്റെ മീതയിൽ നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസും അവിടെ നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജീരകശാല റൈസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകാത്ത റൈസാണ്. ചോറ് വറ്റിച്ചെടുക്കാനൊക്കെ പേടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ റൈസാണ് ജീരകശാല റൈസ്. ഇനി അല്ലെന്നുണ്ടെങ്കിൽ സെല്ല റൈസ്, ഗോൾഡൻ സെല്ലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുഴുക്കലരിയാണത് സെല്ല റൈസ്. അത് ഗോൾഡൻ സെല്ലയുണ്ട്, വൈറ്റ് സെല്ലയുണ്ട്. അപ്പോൾ ഗോൾഡൻ സെല്ലയൊക്കെ ആണെങ്കിലും കുഴഞ്ഞു പോകാതെയൊക്കെ തന്നെ വേവിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കുറേയധികം നാൾ ഞാൻ ജീരകശാല റൈസാണ് ഉപയോഗിച്ചിരുന്നത് വെച്ചാൽ അതിനുശേഷം ഗോൾഡൻ സെല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് അതാക്കി പിന്നീട് അത് മതിയാക്കിയിട്ട് വീണ്ടും എൻ്റെ പഴയ ജീരകശാല റൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യ കാലങ്ങളിൽ 52 രൂപയുടെ ജീരകശാല റൈസാണ് മേടിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ. ഇപ്പോൾ 52 രൂപയുടെ ജീരകശാല റൈസൊന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 76-ൻ്റെ ഒരു റൈസാണ് മേടിക്കണം. 76-ൻ്റെയാണ് ഇപ്പോൾ കിട്ടുന്നത്. കൂടുതൽ കുറവ് ഉള്ളതൊന്നും ഇപ്പോൾ വരണില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ മേടിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ജീരകശാല റൈസ് ഇരിക്കും തോറും ഹാർഡായിട്ട് വരും. അപ്പോൾ വെന്ത് കുഴഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കടായി ഭയങ്കര ഡീപ്പാണ്, ഭയങ്കര വലുപ്പം കൂടിയതാണ്. 1 കിലോ റൈസ് വേവിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവന്മാർ ഇത് കഴിക്കണ സമയത്ത് അത് പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. കഴിച്ചു കഴിഞ്ഞില്ല റിച്ചാർഡ് സെക്കൻഡ് ട്രിപ്പ് ഇഷ്ടമാണ്. ഞാൻ വിളമ്പിയത് റിച്ചാർഡ് കഴിച്ച് തീർത്തിട്ട് അതിത് ഈ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിന് വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട്. ഇവരാകെ ഒരു ഇത്തിരിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കുളിച്ചിട്ട് വന്നിട്ട്. റിച്ചാർഡ് റോജറിനെ കൊണ്ട് സ്റ്റിച്ച് എടുക്കാനല്ല, സ്റ്റിച്ച് നോക്കണം, വായിൽ ഇട്ടേക്കണം പല്ലിൻ്റെ സ്റ്റിച്ച്. അത് നോക്കാൻ വേണ്ടി പോണേ. അതുകൊണ്ട് ഒരു തിരക്ക് പിടിച്ച് പോണേ കഴിച്ചിട്ട്. തിരക്ക് പിടിക്കണ്ടേ. അപ്പോൾ ഇതിൻ്റെ അടിയില ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ പിടിച്ച് കാണിച്ചു തരാം. എന്താ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. അടിക്ക് പിടിക്കുകയോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പാത്രം കൊള്ളാന്നോ? എങ്ങനെയുണ്ട് റിച്ചാർഡ് ഈ മഞ്ചൂരിയൻ, ഗോബി മഞ്ചൂരിയൻ? അതെ, ഗോബി മഞ്ചൂരിയനായിരുന്നു. കൊള്ളാമോ? അതുകൊണ്ടാണല്ലോ 2 പ്രാവശ്യം ഇട്ട് കഴിച്ചത്. ഇതൊക്കെ കഴിഞ്ഞ് തീരാറായി. എന്നിട്ട് ഞാൻ കഴിക്കാനായി. എനിക്ക് ഇനി എന്തോരം പണികൾ കിടക്കണം ഇവിടെ. ഇല്ല, വേറെ കറികൾ വെക്കാൻ കിടക്കണ്. തുവരപ്പരിപ്പെന്ന് ഒരു പരിപ്പിന്റെ പേര് കിട്ടിയത് പുള്ളി പറഞ്ഞതാ. കൊള്ളാമോ റോജറെ? പീസ് പരിപ്പ്, തുവരപ്പരിപ്പ്. ഇനി വേറെ ഏതെങ്കിലും പരിപ്പുള്ള പേരറിയാം? കടൽപ്പരിപ്പ്, പിന്നെ ചെറുപയറ്റും പരിപ്പ്.
അപ്പോൾ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഫേസ് സെറ്റിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോജൻ്റെ സ്റ്റിച്ച് ഒന്ന് നോക്കണം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കാനുള്ള ഡേറ്റ് പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിച്ചാർഡ് റോജറിനെ കൊണ്ട് പോയി. ആ സമയത്ത് എൻ്റെ ക്ലീനിങ് വർക്കുകളാണ് ഈ നടക്കുന്നത്. അപ്പോൾ റിച്ചാർഡ് രാത്രി ആയപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മമ്മി ഇന്നത്തെ ഫുഡ് സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞ്, രണ്ടും സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താ പറയാത്തത്? വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാൻ പറ്റിയില്ല, ഇപ്പം വേണമെങ്കിൽ പറയാമെന്ന് രാത്രി എൻ്റെ അടുത്ത് പറയണേ. അപ്പോൾ അത് നല്ല സൂപ്പറായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം 2 പേർക്കുള്ളതേ ഉണ്ടാകുന്നുള്ളൂ, അത്രേ ഉണ്ടാക്കിയുള്ളൂ. ഞാനിപ്പോൾ ചോറും കറിയൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പുലാവും ഫ്രൈഡ് റൈസും ഇത് രണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിള്ളേർ വന്ന് എന്നോട് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോഴാണ്. കാരണം പപ്പ പുറത്ത് കൊണ്ടുപോയിട്ട് എനിക്ക് ഫുഡ് മേടിച്ച് തരുന്ന ഒരു ഏർപ്പാടൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചൊരു വ്യത്യാസം മനസ്സിലാക്കാൻ ഒന്നും എനിക്ക് അവസരം ഇല്ലായിരുന്നു. ഇപ്പോൾ കുട്ടികളായിട്ടാണ് എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം മേടിച്ച് തരിക. കാരണം പപ്പ കൊണ്ടുപോകാത്ത ക്ഷീണം മൊത്തം കുട്ടികൾ കൊണ്ടുപോയി തീർത്തുകൊണ്ടിരിക്കണേ. അപ്പോഴാണ് ഈ ഫുഡുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാനിപ്പോൾ കാണുന്നത് തന്നെ. അപ്പോൾ ഞാൻ പണ്ട് കുട്ടികൾക്ക് ഈ ഒരു സംഭവം ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നത് വെച്ചാൽ പിള്ളേരത് കഴിച്ചുകൊണ്ടിരുന്നതും ഫ്രൈഡ് റൈസ് എന്നുള്ള കണക്കിനാണ്. പക്ഷേ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങി, അവരോരോ നാടുകളിൽ പോകാൻ തുടങ്ങി, അവർക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസരങ്ങൾ വന്ന് അപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഈ ഒരു തിരിച്ചറിവ് എന്നോട് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് എന്നെപ്പോലെ അറിയില്ലാത്ത ആളുകൾക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത് കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ല, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്ന് പുലാവും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് അത്രയും കറിയുണ്ട്, ഇത്രയും റൈസ് ഉണ്ട്. ഇനി വൈകുന്നേരം വേറെ എന്തെങ്കിലും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് റിച്ചാർഡിന് ഇത്തിരി നഗറ്റ്സൊക്കെ ഇട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചേക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം നിങ്ങളെ കാണിക്കുന്നത്. കുറേ പേര് ഇതിന് മുന്നും കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഞാനൊരു കടായിയുടെയും ഒരു ഫ്രൈ പാനിൻ്റെയും ഒരു റിവ്യൂ വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രൈ പാനുകളും കടായികളുമാണ് ഇന്ന് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ കടായി ഫ്രൈ പാനും അല്ലാതെ എൻ്റെ കയ്യിൽ വേറെ കുറേ സോസ് പാനുകൾ, സ്റ്റോക്ക് പോട്ടുകൾ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കാസ്റ്റ് അയൺ പ്രൊഡക്ട്സുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഇത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തവണ കിട്ടിയതാണ് ഏറ്റവും മുകളിലിരിക്കുന്ന 20 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഫ്രൈ പാൻ. അതിൻ്റെ വലുതും കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ഫ്രൈ പാനാണ്. ഇത് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയൊരു ഫ്രൈ പാനായിരുന്നു. ഭയങ്കര വെയിറ്റാണ് കേട്ടോ, എല്ലാം നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് അതിൻ്റെ ചെറുതാണ്, പക്ഷേ ഡീപ്പായിട്ടുള്ളതാണ്. അതും ഭയങ്കര വെയിറ്റാണ്. ഇത് നല്ല ഏറ്റവും വലിയ ഫ്രൈ പാനാണ് എൻ്റെ. ഇത് ഒരുപാട് നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടാക്കാം. അതിൻ്റെ അടുത്ത ചെറിയ സൈസാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ അതിനൊരു മൂടി കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിന് മാത്രമാണ് നമുക്ക് വിത്ത് ലിഡായിട്ട് വന്നേക്കുന്നത്. ബാക്കിയുള്ള ഫ്രൈ പാനുകൾക്ക് ഒന്നിനും ലിഡില്ല. പിന്നെ ഇത് നമ്മളുടെ പഴയത് നമ്മുടെ മേയറിൻ്റെ ഫ്രൈ പാനാണ്. അപ്പോൾ ഇത്രയും ഫ്രൈ പാനുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എത്ര ഉണ്ടെന്ന് ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന കൂട്ടത്തിലാണ് ഇത് നോക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. എങ്കിലും 2, 4, 6, 8, 9 എണ്ണം ഉണ്ടെന്ന് തോന്നണം അല്ലേ. നിങ്ങളേതായാലും കൗണ്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത്രയും ഫ്രൈ പാൻ എൻ്റെ കയ്യിലുണ്ട്. എല്ലാം ട്രൈ പ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫ്രൈ പാനാണ്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ കടായികളാണ്. മൂടിയില്ലാത്തതുമായ കടായികളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമൊക്കെ കിട്ടിയ കടായികളാണ് ഈ 3 സൈസുള്ള ഈ 3 കടായി. ഇത് ട്രൈ പ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഭയങ്കര വെയിറ്റുള്ള കടായികളാണ്. ഇതൊക്കെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ആയ കാലം മൊത്തം ഇത് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഏറ്റവും വലിയ കടായി ഇപ്പോൾ ഇവരുടെ സൈറ്റിൽ അവൈലബിൾ അല്ല. അതിൻ്റെ അടുത്ത സൈസും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കടായി വിത്ത് ലിഡാണ്. ഇത് ഈ കഴിഞ്ഞിടയ്ക്ക് കിട്ടിയതാണ്. ഇതും നല്ല അടിപൊളിയാണ്, നല്ല വെയിറ്റുള്ള പാത്രങ്ങളാണ് എല്ലാം. പിന്നെ ഇത് സ്റ്റീലിൻ്റെ വോക്ക് പാനാണ്. നമ്മൾ അയണിൻ്റെ വോക്ക് പാനിൽ കഴിഞ്ഞ ദിവസം ഫ്രൈഡ് റൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ. പിന്നെ ഇത് ഒരു അടിവശം പരന്നിട്ടുള്ള, ബോട്ടം പരന്നിട്ടുള്ള ഒരു മൂടിയുള്ള കടായി. പിന്നെ ഈ കളറ് പുറത്തിങ്ങനെ ബ്ലൂ കളറുള്ള ഈ ഒരു താഴെ വശത്ത് സാൻഡ് ബോട്ടമുള്ള ഒരു കടായി. ഇത് മറ്റുള്ള ഭാഗങ്ങൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല, താഴെ മാത്രമാണ് ഭയങ്കര വെയിറ്റ് ഉള്ളത്. ഇതൊരു കടായി ടൈപ്പ് തന്നെയാണ്. അന്ന് ഹാൻഡിലുകളൊന്നും ഇല്ലാത്ത മൂടിയുള്ള ഒരു കടായി പോലത്തെ തന്നെ ഒരു പാത്രമാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് റിവ്യൂ ചെയ്ത ഒരു കടായി അതുപോലെ തന്നെ ഒരെണ്ണം കൂടി എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ട്. അത് രണ്ടും ഒരളവ് തന്നെയാണ്, 26 സെൻറ്റിമീറ്റേഴ്സാണ്. അതിൻ്റെ ആ ഒരു ഹാൻഡിലിനൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്, വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. ഇനി നമ്മൾക്ക് നമ്മുടെ സ്റ്റോക്ക് പോട്ടുകളും സോസ് പാനുകളും ഒക്കെ ഇട്ട് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്ത് ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്